മന്ത്രി കണ്ഠരര് രാജീവർ അറസ്റ്റിലായിരിക്കുകയാണ്. ഇന്ന് തന്നെ റിമാൻഡ് ചെയ്യുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ED കേസെടുത്തിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ള കേസിൽ ECIRും രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. കള്ളപ്പണ തടയൽ നിയമം പ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ ആ രീതിയിലുള്ള അന്വേഷണവും ഒറ്റ കേസായിട്ടായിരിക്കും അന്വേഷണം നടക്കുക എന്നും നമുക്ക് വ്യക്തമാകുന്നുണ്ട്. എന്തായാലും ഇനി SITയുടെ നീക്കം നമുക്ക് അറിയേണ്ടതുണ്ട്. VV അരുൺ വിശദവിവരങ്ങളുമായി ചേരുന്നു. അരുൺ, വലിയ ഒരു കൊള്ള ഇത്രയും വലിയ ഒരു വിശ്വാസ കേന്ദ്രത്തിൽ നടക്കുന്നു. ഇപ്പോൾ വിശ്വാസികളെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് അവർ ദൈവതുല്യനായി കാണുന്ന, അതായത് ശബരിമല അയ്യപ്പനെ തൊഴുത ശേഷം തന്ത്രിയുടെ കാലിൽ തൊട്ട് വണങ്ങി അനുഗ്രഹം വാങ്ങിക്കുന്ന ഭക്തരുണ്ട്. അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോൾ ജയിലിലേക്ക് പോകാൻ ഒരുങ്ങുന്നത്, അതും ദേവന്റെ മുതൽ കട്ടുകൊണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. പത്മകുമാർ ദേവസ്വം ബോർഡിന്റെ മുൻ അധ്യക്ഷൻ, ഇപ്പോൾ ജയിലിൽ കഴിയുന്ന CPM നേതാവ് ഒരു ഘട്ടത്തിൽ പറഞ്ഞതാണ്, ഇതിന് പിന്നിൽ ദൈവതുല്യരുണ്ട്, അവിടേക്ക് കൂടി അന്വേഷണം പോകണമെന്ന്. അന്ന് പലതും വ്യാഖ്യാനിക്കപ്പെട്ടത് ദൈവതുല്യർ എന്ന് പറഞ്ഞ സർക്കാരിന്റെ പ്രധാനികൾ ആരെങ്കിലുമാണോ, അല്ലെങ്കിൽ CPMന്റെ പ്രധാനികൾ ആരെങ്കിലുമാണോ എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ആ ഘട്ടത്തിൽ ഉയർന്നു വന്നതാണ്. പക്ഷേ ഇപ്പോൾ യഥാർത്ഥ ദൈവതുല്യനിലേക്ക് ഈ അന്വേഷണം എത്തി നിൽക്കുന്നു വേണമെങ്കിൽ പറയാം. SITയുടെ അന്വേഷണം വളരെ ശരിയാണ് എന്ന് കോടതി കഴിഞ്ഞ ദിവസം അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്തു. SITയെ വെറുതെ സമ്മർദ്ദത്തിലാക്കുന്നു എന്നാണ് കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ഏതായാലും SITയുടെ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് കോടതി പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഒരു അറസ്റ്റിലേക്ക് ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് ഈ SIT അന്വേഷണം മാറുന്നത്. കണ്ഠരര് രാജീവർ എന്നത് ശബരിമല അത്രയധികം ചേർന്ന് നിൽക്കുന്ന പേരാണ്. താഴമൺ തന്ത്രി കുടുംബത്തിലുള്ള ആളാണ്. അത്തരമൊരാൾ തന്നെയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അതായത് അയ്യപ്പന്റെ സ്വത്ത്, അയ്യപ്പന്റെ സ്വർണം കട്ടതിൽ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ നോമിനികളായി വന്ന ദേവസ്വം ബോർഡുകളുടെ തലപ്പത്തേക്ക് എത്തിയവരും മാത്രമല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തലപ്പത്തേക്ക് എത്തിയവരും മാത്രമല്ല, ദൈവസങ്കല്പത്തോട് ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്ന മുൻ തന്ത്രി അടക്കമുള്ളവരുണ്ട്, തന്ത്രി കുടുംബത്തിലെ ആളുകളുണ്ട് എന്ന് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. ശബരിമല അത്രയേറെ കോടിക്കണക്കിന് ആളുകളുടെ, കേരളത്തിന് പുറത്തുമുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ വിശ്വാസ കേന്ദ്രമാണ്. അവരൊക്കെ ശ്രുതി പറഞ്ഞത് വളരെ കൃത്യമാണ്. ശബരിമലയിൽ വന്നാൽ അയ്യപ്പനെ വണങ്ങിയാൽ പിന്നീട് ഏറ്റവും പാവനമായ ആളുകൾ കാണുന്ന സ്ഥലങ്ങളിലൊന്നാണ് തന്ത്രിയുടെ മുറി. അവിടെ അദ്ദേഹത്തിന് പ്രത്യേക സംവിധാനങ്ങളുണ്ട്. അവിടെ വന്ന് അദ്ദേഹം നൽകുന്ന പ്രസാദം വാങ്ങിച്ച് ദൈവത്തിൽ നിന്ന് നേരിട്ട് വാങ്ങും പോലെയാണ് ഈ ഭക്തർ പലപ്പോഴും അത് കാണുന്നത്. അവിടെയും ഈ തന്ത്രിക്ക് ദക്ഷിണയൊക്കെ നൽകാറുണ്ട്. എങ്കിൽ പോലും അങ്ങനെ ദേവന് നേദിക്കുന്ന പ്രസാദമടക്കമുള്ളവർ, അവിടെ നിന്നുള്ള വിശിഷ്ടമായ കാര്യങ്ങളൊക്കെ തന്ത്രിയുടെ കാല് തൊട്ട് വണങ്ങി വാങ്ങുന്ന ആളുകളെ ഒരുപാട് നമ്മൾ അവിടെ ശബരിമല ജോലി ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ശബരിമല റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ട്. അത്രയധികം പാവനമായി കാണുന്ന ഒരു സ്ഥലമാണ് ശബരിമല. അത്രയധികം വിശ്വാസികൾ അത്രയധികം ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി കാണുന്നയാളാണ് തന്ത്രി. അത്തരം ഒരാളാണ് ഇപ്പോൾ അയ്യപ്പന്റെ സ്വർണം കട്ട കേസിൽ ജയിലിൽ പോകാൻ ഒരുങ്ങുന്നത്. അത്തരം ഒരാളെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റിലാകുന്നത്. അതായത് രാഷ്ട്രീയ നേതൃത്വങ്ങളെ പലപ്പോഴും നമ്മൾ കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങൾ വരുമ്പോൾ ഉദ്യോഗസ്ഥരുടെ മേൽ നമ്മൾ വലിയ രീതിയിൽ പഴിചാരും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത്രയധികം വിശ്വാസവുമായി ചേർന്ന് നിൽക്കുന്ന, അയ്യപ്പനുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾ കൂടി ഈ കൊള്ളയുടെ ഭാഗമാണെന്ന് അറിയുമ്പോഴാണ് ശബരിമല എന്ന ഏറ്റവും കേരളത്തിന് അഭിമാനമായ അത്തരമൊരു ആരാധനാലയത്തെ ഏതൊക്കെ രീതിയിലാണ് ചൂഷണം ചെയ്യപ്പെടുന്നതിന്റെ തെളിവാകുന്നത്. ഏതായാലും ഈ കേസ് ഏറ്റവും നിർണായകമായ അറസ്റ്റാണ്. ഇപ്പോൾ ഞാനുള്ളത് നിയമസഭാ മന്ദിരത്തിൽ നടക്കുന്ന പുസ്തകോത്സവത്തിന്റെ വേദിക്ക് സമീപമാണ്. അവിടെ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷൻ K. ജയകുമാർ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. സാഹിത്യത്തിലെ ആത്മീയത പുരോഗമന വിരുദ്ധമോ എന്ന ഒരു സെഷനിൽ അദ്ദേഹം പങ്കെടുത്ത് സംസാരിക്കുകയാണ്. അതിന്റെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് വിശ്വാസിയായ, അതുപോലെ തന്നെ ഒരു കാരണവശാലും ഇത്തരം കളവ് കൂട്ടുനിൽക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു ഉദ്യോഗസ്ഥരെ അവിടെ നിയമിച്ചത്. ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് ശേഷമാണ് K. ജയകുമാർ എന്ന മുൻ ഉദ്യോഗസ്ഥൻ അവിടെ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനായി വരുന്നത്. അദ്ദേഹം വന്ന ശേഷം പല പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയുമുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ നിർണായകമാണ്. ഇത്തരത്തിൽ ആരെ വിശ്വസിച്ചാണ് ഭക്തർ പോകേണ്ടത്? സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ, CPM നിശ്ചയിച്ച ആളുകളാണ്. പത്മകുമാറും വാസുവും അതുപോലെ തന്നെ വിജയകുമാറും അടങ്ങുന്ന ബോർഡ് അംഗങ്ങളും ബോർഡ് കമ്മീഷണർമാരും ഒക്കെ. അതിനുമപ്പുറത്തേക്ക് ഉദ്യോഗസ്ഥർ, സർക്കാർ ശമ്പളം പറ്റുന്ന, ദേവസ്വം ബോർഡിന്റെ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥർ അയ്യപ്പന്റെ സ്വർണം കട്ട കേസിൽ ജയിലിലാണ്. ഇനി സ്വാഭാവികമായും വിശ്വാസികൾ ആ രീതിയിൽ കണ്ടിരുന്നത് ക്ഷേത്രവുമായി ചേർന്ന് നിൽക്കുന്ന, ആരാധനയുമായി ചേർന്ന് നിൽക്കുന്ന ഇത്തരം തന്ത്രി കുടുംബത്തിലെ ആളുകളെയാണ്. പക്ഷേ അവർ പോലും ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നു അതീവ ഗുരുതരമായ ഒരു വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. SITക്ക് മതിയായ തെളിവുകളില്ലാതെ തന്ത്രിയിലേക്ക് അന്വേഷണം പോകില്ല.
നമുക്കറിയാം ആ തൊട്ടാൽ പൊള്ളുന്ന വിഷയം തന്നെയാണിത്. SIT അത്തരമൊരു നീക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഹൈക്കോടതിയുടെ പിന്തുണ ഉണ്ടാകണം, അതിന് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനം ഉണ്ടാകണം. ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളെ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യും പോലെ തന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ സാധിക്കുന്ന കാര്യമല്ല, എളുപ്പമുള്ള കാര്യമല്ല. കാരണം നമുക്കറിയാം ശബരിമല അത്രയധികം തൊട്ടാൽ പൊള്ളുന്ന വിഷയമാണ്, അത്രയധികം രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയമാണ്. ശബരിമലയെ എത്തരത്തിലാണ് സംസ്ഥാന രാഷ്ട്രീയത്തെ ബാധിക്കുന്നത് നമ്മൾ 2019 യുവതീ പ്രവേശന ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. അതേ സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അയ്യപ്പന്റെ സ്വർണം കട്ടവൽ ആരപ്പ എന്ന് ചോദിച്ച് പാരഡി ഗാനം ഇറക്കി വലിയ വിവാദമായി മാറിയ നാടുകൂടിയാണ് നമ്മുടേത്. ആ സ്വർണം കട്ടവരിൽ ഇപ്പോൾ അയ്യപ്പനുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന, വിശ്വാസവുമായി അത്രയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഏറ്റവും പ്രധാനമായി ഈ വിശ്വാസികൾ എത്രയധികം പവിത്രമായി കാണുന്ന, അത്രയധികം ആരാധനയോടുകൂടി കാണുന്ന തന്ത്രി കുടുംബത്തിന് പ്രധാനിയുമുണ്ട് എന്നത് വളരെ ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ്. അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യം കൂടിയാണ്. അശ്വതി, ശരിയാണ് അരുൺ പറഞ്ഞതുപോലെ തന്നെ തന്ത്രിയെ ശബരിമലയിലേക്ക് കൈപിടിച്ച് കയറ്റിയവരിൽ പ്രധാനി അത് തന്ത്രി തന്നെയാണ് എന്നുള്ളതിന് കൃത്യമായ തെളിവുകൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. അല്ലാതെ ഇത്തരത്തിലൊരു വിഷയത്തിൽ ഇത്രയും പ്രധാനപ്പെട്ട വിശ്വാസികൾ അത്ര ദൈവതുല്യമായി കാണുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യാൻ, അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ, അതിനുശേഷമുള്ള അറസ്റ്റ് റിമാൻഡിലേക്കൊന്നും കടക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. TG സജിത്തിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ പോകുന്നു. TG, ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ SITയുടെ നീക്കം അത് വളരെ തന്ത്രപരമായിരുന്നു എന്നുള്ളതാണ്. ഈ എല്ലാ വിവരങ്ങളും തന്ത്രിക്ക് അറിയാമായിരുന്നു എന്നുള്ള വിശദാംശങ്ങൾ അവർക്ക് ലഭിച്ചതിന് ശേഷവും പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിൽ ആ തന്ത്രിയുടെ പങ്ക് കൃത്യമായി അവർ മറച്ചുവെക്കാനുള്ള ശ്രദ്ധ ചെലുത്തി എന്നുള്ളതാണ്. അവിടെ ആശ്വാസം കണ്ടെത്തിയ തന്ത്രിയെ പിന്നീട് ചോദ്യം ചെയ്യലെന്നുള്ള ഒറ്റ കാര്യം പറഞ്ഞ് വിളിച്ചു വരുത്തി പിന്നെ അറസ്റ്റിലേക്ക് നീങ്ങുകയാണ്. കാര്യങ്ങൾ വളരെ കണ്ണിങ്ങായി നീങ്ങിയ SIT എന്നുള്ളതാണ്. അശ്വതി, അതൊരു പ്രധാനപ്പെട്ട നീക്കമാണ്. കാരണം ഒരിക്കലും ഒരുപക്ഷെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കണ്ടവർ രാജീവര് ഒരു അറസ്റ്റ് ഉണ്ടാകുമെന്ന കാര്യം. വിവരങ്ങൾ തേടാൻ വിളിച്ചു വരുത്തുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു അറസ്റ്റിലേക്ക് നീങ്ങുമെന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിനും ഉണ്ടായിരിക്കില്ല. അതിൻ്റെ സൂചനകളൊന്നും അന്വേഷണ സംഘം പങ്കുവച്ചിട്ടുമുണ്ട് എന്ന് തോന്നുന്നുമില്ല. അത് വളരെ ഒരു പ്രധാനപ്പെട്ട നീക്കം കൂടിയായി മാറുകയാണ്. കാരണം ഈ അറസ്റ്റ് എന്ന് പറയുന്നത് അതുണ്ടാക്കുന്ന അതുണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല. കാരണം അത് വിശ്വാസികളെ സംബന്ധിച്ച് വലിയ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. മറ്റൊന്ന്, ശബരിമലയിൽ തീർത്ഥാടന കാലമാണ്, പ്രധാനപ്പെട്ട ദിവസങ്ങൾ കടന്നു വരികയാണ്. ഇതിനിടയിൽ തന്ത്രി പിടിയിലാകുന്നു എന്ന് പറയുമ്പോൾ ഇതുവരെയുള്ള അന്വേഷണത്തിൻ്റെ ദിശ തന്നെ വേറൊരു സൈഡിലേക്ക് ട്വിസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നൊരു കാര്യം കൂടിയാണ്. കാരണം ശബരിമല എന്ന കാനന ക്ഷേത്രത്തിൽ അവിടെ ഈ വിശ്വാസ ദിവസങ്ങൾ, ആചാരപരമായ അവിടെ ഉത്സവത്തിൻ്റെ ദിവസങ്ങളിലും നടതുറപ്പ് ദിവസങ്ങളിലുമെല്ലാം സാന്നിധ്യമുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിലൊന്ന് ശബരിമല തന്ത്രിയാണ്, മറ്റൊന്ന് മേൽശാന്തിയാണ്. ഇരു ക്ഷേത്രങ്ങളിലെയും, മാളികപ്പുറത്തെയും ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിലെയും മേൽശാന്തിമാരാണ്. ഈ രണ്ടു പേർക്കും ഇടയിൽ പ്രവർത്തിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഇവരുടെ പരികർമ്മികളായി പ്രവർത്തിക്കുന്ന ഒരു സംഘം ആളുകളുണ്ട്. ഇവരൊക്കെയാണ് ഈ ശ്രീകോവിലും അതിൻ്റെ പരിസരങ്ങളും, അതായത് നമ്മൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഈ സ്വർണവും അതും മേഖലകളും ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം നിയന്ത്രണം അവർക്കാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.